ഇതേപോലെയുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ എനിക്കത് ഓർമ്മയുണ്ട്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം. അതൊരു വേറൊരു ഫീൽഡ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാനിവിടെ മലയാളത്തിലുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം മലയാളവും ഇംഗ്ലീഷും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് സ്പേസ് പോകും എന്നുള്ളത് കൊണ്ട് കൂടുതൽ പേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള മലയാളത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ ഈ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഞാനത് അന്നേരം പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ എന്നാണ് ചോദ്യം. ഒരു 6-7 ചോദ്യങ്ങൾ ഇതേപോലെയുള്ളത് നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഏജസ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്നത്. അവിടെ ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ അല്ലാതെ റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ചോദ്യം നോക്കാം. അപ്പം നമുക്ക് 2 സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ. അതിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ് മക്കളെ? 3:5. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയിട്ട് മാറുന്നു. അപ്പം നമ്മുടെ അറ്റ് പ്രസന്റ് റേഷ്യോ ഇതാണ്. 10 കൂടെ കൂട്ടുമ്പോൾ റേഷ്യോ എത്ര ആയിട്ട് മാറും? രണ്ടിനും കോമൺ ആയിട്ട് രണ്ടിനും ഈ 10ന്റെ ഇൻക്രീസ് വരുമ്പോൾ റേഷ്യോ മാറി എത്ര ആവുന്നു? 5:7 ആവുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? അറ്റ് പ്രസന്റ് റേഷ്യോയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ചേഞ്ച് ആദ്യം നോക്കുക. അതായത് ഈ പ്രസന്റ് റേഷ്യോന്റെ കൂടെ 2 പേർക്കും 10 വീതം കൂടിയില്ലേ? അപ്പോൾ ആ കോമൺ ചേഞ്ച് ഇങ്ങെടുക്കുക ഇൻറ്റു പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. നമുക്ക് എക്സ് വെച്ച് ചെയ്യാം. ചിലർക്ക് എക്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാൻ ഈ ഒരു ഷോർട്ട് കട്ട് പറയുന്നുള്ളൂ. എക്സ് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡായിരിക്കും എക്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി പറയുന്നത്. നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മളിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് കോമൺ ചേഞ്ച് എത്രയാണോ ഇൻക്രീസ് അത് എടുക്കുന്നു. എന്നിട്ട് പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ്, അറ്റ് പ്രസന്റ് റേഷ്യോ അതായത് ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള റേഷ്യോ, അതല്ലാത്ത പുതിയ ചേഞ്ച് വന്നതിന് ശേഷമുള്ള റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുന്നു. അതായത് 5:7 5-7 തമ്മിലുള്ള വ്യത്യാസം എടുക്കുക മക്കളെ. എത്ര കിട്ടുന്നു? 2 ഡിവൈഡഡ് ബൈ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 7 × 3 21, 5 × 5 എത്ര കിട്ടും? 25. ഇത് തമ്മിലുള്ള വ്യത്യാസം വലുതിന് ചെറുതാൻ കുറച്ചാൽ മതി. എത്ര കിട്ടും? 4. പ്ലസും മൈനസും ഒന്നുമില്ല, 4. ഓക്കെ, അപ്പം എന്നിട്ട് ഇതിന് അതുകൊണ്ട് ഹരിക്കാം. 2നെയും 4നെയും കൂടെ കിട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 2. 2നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ കിട്ടിയ 5 ഇല്ലേ, ഈ 5നെ നേരെ നമ്മുടെ പ്രസന്റ് റേഷ്യോയിലിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും റേഷ്യോ എത്ര? 3:5. അതല്ലേ അവരുടെ ഇപ്പോൾ ഉള്ള റേഷ്യോ. അതിനെ 2നെ നമുക്ക് ഈ കിട്ടിയ 5 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് നമ്പർ 3 × 5 15, സെക്കൻഡ് നമ്പർ 5 × 5 25. സോ 15ഉം 25ഉം ആയിരിക്കും നമ്പേഴ്സ്. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ഡി. ശരിയാണോ? ഓഫ് കോഴ്സ് 25. 15ഉം 25. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. പിന്നെന്താ പറയുന്നത്? 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? ഇതേപോലെയുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ എനിക്കത് ഓർമ്മയുണ്ട്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം. എ കോൺട്രാക്ടർ എഗ്രി ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 40 days. He engaged 25 men for the work and after 24 days he found that only 1/3 of the work was completed. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം. ബാക്കി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ ചോദ്യം തന്നെയാണിത്.
സോ നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ട് പോയിട്ട് ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഇൻസ്റ്റഗ്രാമിലും എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് എനിക്ക് കിട്ടിയിരുന്നു. സാർ, ഞങ്ങൾക്ക് ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടു എന്ന്. സോ അത് കേൾക്കുമ്പോൾ മക്കളെ ഒരു സന്തോഷം. നമുക്ക് എത്ര റവന്യൂ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയാലും, എത്ര ഇൻകം നമുക്ക് ഉണ്ടാക്കിയാലും, എന്തൊക്കെ നമുക്ക് കിട്ടിയാലും, അങ്ങനെയുള്ള 2 വാക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു വേറൊരു ഫീല് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക്, എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ 60 ദിവസം കൊണ്ടൊരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള വിചാരം എന്തുവാ? 210 പേര് വിചാരിച്ചാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? 60 ദിവസം കൊണ്ട് തീരും. ഓക്കെ, ഫൈൻ. 12 ദിവസം കഴിഞ്ഞു. അപ്പം ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി കംപ്ലീറ്റഡ് വർക്ക് ചെയ്ത് തീർത്ത എത്ര? ഈ 210 പേര് എത്ര ദിവസം ജോലി ചെയ്തു? 12 ദിവസം ജോലി ചെയ്തു അല്ലേ? ഓക്കെ. സോ ഇനി അവിടെ ചെയ്ത് തീർക്കാനുള്ള വർക്ക് എത്ര? ബാലൻസ് വർക്ക് എത്ര? 210 പേർക്ക് എത്ര ദിവസത്തെ ജോലിയുണ്ട് മക്കളെ? 60 - 12, 48 ദിവസത്തെ ജോലിയുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഈ 210ന്റെ കൂടെ എത്ര പേരെയും കൂടെ ചേർക്കുന്നത്? ഒരു 70 പേരെയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര പേരുണ്ട്? 280 പേരുണ്ട്. 280 പേർക്ക് എത്ര ദിവസം വേണം? ഇതാണ് ചോദ്യം. അതായത് 210 പേർക്ക് 48 ദിവസം മതി. 280 പേർക്ക് എത്ര ദിവസം വേണം? നമ്മളൊരു ബ്രോക്കൺ ചെയിൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ബ്രോക്കൺ ചെയിൻ റൂൾ വളരെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണത്. എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണത്. അതായത് നമ്മുടെ കോമൺ സെൻസിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു സംഭവമാണ് ഈ ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്നത്. അത് ബ്രോക്കൺ ചെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഈസി ആയിട്ട് ഊരിപ്പോരും. ഓക്കെ, സോ ഇവിടെ നോക്കുക. ബ്രോക്കൺ ചെയിൻ എന്ന കോൺസെപ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഞാനിപ്പോൾ തന്നെ ഒരു 10,000 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിനെ ഒരു ചെയിനായിട്ട് സങ്കല്പിക്കുക. 210 280 എന്ന് പറയുന്ന ഒരു ജോഡിയുണ്ട്. പക്ഷേ 48 എന്ന് പറയുന്ന ആളോട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ ഇങ്ങ് എടുക്കുക. 48 ഇൻറ്റു 210 പേർക്ക് 48 ദിവസം. 280 പേർക്ക് അതിനേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കും? അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്ന സ്ഥലത്ത് വരേണ്ട ഉത്തരം വലുതാണോ ചെറുതാണോ? വെദർ യു നീഡ് എ സ്മോളർ വാല്യൂ ഓർ എ ബിഗർ വാല്യൂ, അത്രേ ഉള്ളൂ. 210 പേർക്ക് 48 ദിവസമാണ്. 250 പേർക്ക് അതിനേക്കാളും കുറച്ച് മതി. കാരണം ആള് കൂടിയാൽ കുറച്ച് മതി. ആള് കൂടിയാൽ സമയം കുറച്ച് മതി. എഫിഷ്യൻസി കൂടിയാൽ ടൈം കുറയും. അപ്പോൾ കുറച്ച് മതി. കുറവെന്ന് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്. ചെറുതിനെ വലുതുകൊണ്ട് ഹരിക്കണം. വലുതെന്ന് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്. ഇവിടെ നമുക്ക് ചെറുതാണ് കിട്ടേണ്ടത്. അപ്പോൾ ചെറുത് ബൈ വലുത്. 210 ഡിവൈഡഡ് ബൈ 280. 0 നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. മക്കളെ 7 × 3 7 × 4. ഈ 4നെ നമുക്ക് 48 കൊണ്ട് വെട്ടാം. അത് എത്ര കിട്ടും? 12. 12 × 3 എത്ര? 36 ദിവസം. സോ ആൻസർ എത്ര? 36 ദിവസം. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ശരിയാണോ? യെസ്, 36. അടുത്ത ചോദ്യം. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്ര? കുറേ പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. സാർ, ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഇല്ലേ? ഈ ഒരു കുതിരയാണോ 6000-ന് വിൽക്കുന്നത്, അതോ 2 കുതിരയും കൂടെ ആണോ 6000-ന് വിൽക്കുന്നത് എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ചോദ്യത്തിൽ 6000 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6000 രൂപയാണ് ഓരോ കുതിരയ്ക്കും. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ കുതിരയുടെ സെല്ലിംഗ് പ്രൈസ് 6000, രണ്ടാമത്തെ കുതിരയുടെ സെല്ലിംഗ് പ്രൈസും 6000. അപ്പം അയാളുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്ര മക്കളെ? 12000. ഇയാളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്ര തന്നെ? 12000 തന്നെ. കാരണം ഇയാൾക്ക് ഇതിൽ നിന്ന് ലാഭമൊന്നും ഇല്ല എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഈ കച്ചവടത്തിൽ നിന്ന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അതായത് എനിക്ക് 12000 ചിലവായിട്ടുണ്ടെങ്കിൽ വിറ്റപ്പോഴും എനിക്ക് എത്ര തന്നെ കിട്ടി? 12000 തന്നെ കിട്ടി. സോ എനിക്ക് ഇതിനകത്ത് ലാഭവുമില്ല നഷ്ടവുമില്ല. 100 എൻ്റെ കയ്യിൽ നിന്ന് എത്ര ചിലവായോ അത്രയും തന്നെ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ഈ ആദ്യത്തെ കുതിര ഉണ്ടല്ലോ, വേറൊരു കളർ എടുക്കാം.
ഈ ആദ്യത്തെ കുതിര ഉണ്ടല്ലോ, ഈ 6000-ന്റെ, ഇതിനെ വിറ്റപ്പോൾ എനിക്ക് 25% ലാഭം കിട്ടി. 25% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 25% ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് 125% ആയിരിക്കും. അപ്പോൾ ആ 125% ആയിരിക്കത്തില്ല ഈ 6000? അതെ. അപ്പൊ നമുക്ക് എഴുതാം 125% 6000. അപ്പൊ 100% എത്ര? 100% എത്ര? 6000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100. അപ്പൊ ഇതിനെ 25 കൊണ്ട് വെട്ടി 4 5. അപ്പം 4800 രൂപ എന്ന് കിട്ടും. ഏതിൻ്റെ? ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് 4800 രൂപ. ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് ഇത്, സെല്ലിംഗ് പ്രൈസ് ഇത്. ഇനി രണ്ടാമത്തെ കുതിരയുടെ എന്തായിരിക്കും? അപ്പം മൊത്തം 12000 ഇല്ലയോ? അതിൽ ആദ്യത്തെ കുതിരയ്ക്ക് എത്ര രൂപ ചെലവായി? ആദ്യത്തെ കുതിരയുടെ ചെലവ് എത്ര? 4800 രൂപയ്ക്ക് മേടിച്ചതാ. അപ്പൊ രണ്ടാമത്തെ കുതിരയെ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കായിരിക്കും? രണ്ടും കൂടെ അല്ലയോ 12000 രൂപയ്ക്ക് വാങ്ങിച്ചത്. ആദ്യത്തെ കുതിരയെ വാങ്ങിച്ചത് 4800-ന്, രണ്ടാമത്തെ കുതിരയെ വാങ്ങിച്ചത് എത്ര? 12000-ന്ന് 4800 കുറച്ചാൽ മതി. എത്ര കിട്ടും? 7200. അപ്പൊ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് എത്ര? 7200. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് കുതിരകളെ 6000 രൂപയ്ക്ക് വിറ്റു. ആദ്യത്തെ കുതിരയെ വിറ്റപ്പോൾ 25% ലാഭം. അപ്പൊ 125% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു 4800. രണ്ട് കുതിരയ്ക്കും കൂടെ 12000 രൂപയാണ്. അപ്പൊ ആദ്യത്തെ കുതിരയുടേത് 12000-ന്ന് 4800 കുറച്ച് 7200 രൂപ. ഇനിയും ശ്രദ്ധിച്ചേ, ഈ 7200 രൂപ വിലയുള്ള കുതിരയാണ് ഈ മഹാഭാവി എത്ര രൂപയ്ക്ക് വിറ്റ് കളഞ്ഞത്? 6000 രൂപയ്ക്ക് വിറ്റ് കളഞ്ഞത്. അപ്പോൾ അവന് നഷ്ടമല്ലേ ഉണ്ടാവുക? എടാ, 7200 രൂപ കൊടുത്ത് മേടിച്ച കുതിരയെ 6000 രൂപയ്ക്ക് വിറ്റ് കളഞ്ഞാൽ ഇയാൾക്കുണ്ടാകുന്ന നഷ്ടം എത്ര ആയിരിക്കും? 1200 രൂപ നഷ്ടം. 7200 രൂപയുടെ കുതിരയെ 6000 രൂപയ്ക്ക് വിറ്റാൽ 1200 രൂപ നഷ്ടം. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ആ കണ്ടുപിടിക്കേണ്ടത്. നഷ്ടശതമാനം, ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് എത്ര മക്കളെ? 1200. കോസ്റ്റ് പ്രൈസ് എത്ര? 7200 ഇൻറ്റു 100. ഇതാ ഈ രണ്ട് പൂജ്യങ്ങളും അങ്ങ് വെട്ടിക്കളെ. 12/72 എന്ന് പറയുമ്പോൾ 12-നെ 72 കൊണ്ട് നമുക്ക് 12-ൽ 12 ഒരു പ്രാവശ്യം, 72-ൽ 6 പ്രാവശ്യം 1/6 ഇൻറ്റു 100 എന്ന് കിട്ടും. അതായത് 100/6. 100-നെ 6 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 50-നെ 3 കൊണ്ട് ഹരിക്കുക. അതായത് 2 കൊണ്ട് അതുകൊണ്ട് അതെന്താ ചോദിക്കരുത്. 100/6 എന്ന് പറഞ്ഞാൽ 50/3. രണ്ടിനെയും 2 കൊണ്ട് ഹരിച്ചു. 50-നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 16 and 2/3% ലോസ് എന്ന് കിട്ടും. ഓപ്ഷനിൽ അങ്ങനെയാണ്. പിന്നെ എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ 16.67 എന്നാക്കി. സോ ആൻസർ 16 and 2/3%. ഓക്കെ, ശരിയാണോ? യെസ്. സോ ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ വരുമ്പോഴേ ഇംഗ്ലീഷിൽ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. 6000 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും 6000 ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 ആണോ 6000, അതോ ഒരെണ്ണത്തിനാണോ 6000, അതോ 4000 2000 ആണോ, ഒന്നും ചിലപ്പോൾ ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും ഈ ചോദ്യം തരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അങ്ങനെ ചോദിച്ചു. ഇതാണ് സംഭവം. കവി ഉദ്ദേശിച്ചത് ഇതാണ്. പക്ഷേ അത് 6000 ഓരോ കുതിരകളെയും, ഒരാൾ 2 കുതിരകളെയും 6000 രൂപ വീതം വിലയ്ക്ക് വിൽക്കുന്നു എന്നൊരു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നതിനെ. പക്ഷെ ചോദ്യം ഇങ്ങനെ ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത ചോദ്യം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഈ ചോദ്യമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചാടി വീഴണം. മാൻകുട്ടിയെ കണ്ട സിംഹത്തെ പോലെ നിങ്ങൾ അതിൻ്റെ പുറത്തേക്ക് ചാടി വീഴുകയാണ് വേണ്ടത്. എന്താണ്? 1/10 കിലോഗ്രാം. ഈ 1/10 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം. അപ്പോൾ എന്ന് പറയുമ്പോൾ 100 ഗ്രാം. 100 ഗ്രാമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 വരാവൂ. 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/5 ഇൻറ്റു 1000 എത്ര ഗ്രാം വരും? എന്താ ഈ 1000 എടുക്കുന്നത്? എന്താ 1000 ഗ്രാം ആണല്ലോ 1 കിലോ. 4/5 കിലോ എന്ന് പറയുമ്പോൾ 4/5 ഇൻറ്റു 1000 എത്ര കിട്ടും? 800 ഗ്രാം. 100 ഗ്രാമുള്ള ആപ്പിൾ, ഒരു ആപ്പിൾ, അങ്ങനെയുള്ള എത്ര ആപ്പിൾ വെക്കാം 800 ഗ്രാമിനകത്തിൽ? ഹരിച്ചു നോക്കണോ? 800 ഡിവൈഡഡ് ബൈ 100. 8 ആപ്പിൾ. 8. യെസ്. അടുത്ത ചോദ്യം. ഗണിത ശ്രേണിയിൽ 10877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? മെനക്കെട്ടൊരു പണിയാണ്. ഇച്ചിരി സമയമെടുക്കും. ചിലർ ഇത് ചെയ്ത് അങ്ങ് തളിപ്പറമ്പ് വരെ പോകും. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെ കണ്ടുപിടിച്ച് വെക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇതിൻ്റെ
തുക കണ്ടുപിടിക്കുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അത് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10877 ആണെന്ന്. നിങ്ങൾക്ക് n അറിയത്തില്ല. സോ n/2 ഇൻറ്റു 2a എന്ന് പറയുമ്പോൾ a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണേ. സോ 2 ഇൻറ്റു 5 എത്ര കിട്ടും? 10 പ്ലസ് n-1 ഇൻറ്റു d പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്ര? 4 വീതം കൂടി കൂടി പോവാണ്. n-1 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 10877 കിട്ടും. ഇത് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ എന്തായാലും അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനേക്കാൾ എളുപ്പ വഴി ഈ എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇവിടെ എന്നിൻ്റെ വാല്യൂ ഐ തിങ്ക് 73 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, യെസ് 73. അത് ഇട്ട് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും മക്കളെ എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം മാത്സിന് വേണ്ടി 10-30 മിനിറ്റ് സമയമുണ്ടെങ്കിൽ പതുക്കെ ഇരുന്ന് പണ്ടത്തെ 10ാം ക്ലാസ്സിലെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ പഠിപ്പിച്ച ടീച്ചറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. സമയം ഒത്തിരി ഉണ്ടെങ്കിൽ കേട്ടോ, സമയം ഒത്തിരി ഉണ്ടെങ്കിൽ. അല്ല നിങ്ങളൊരു 10 മിനിറ്റ് ആകെ നിങ്ങൾക്ക് ഉള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് മാത്രമല്ല, ആകെ മാത്സിന് വേണ്ടി 10 മിനിറ്റേ ഉള്ളൂ എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻ ഇട്ടിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ടമാർ പടാർന്ന് നിൽക്കണം. എപ്പോഴും നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് വേറെ ലെവലായിരിക്കണം. ലൈറ്റനിങ് സ്പീഡിൽ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ 3 ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗുണിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നിങ്ങൾ കാൽക്കുലേറ്റർ ആണെങ്കിൽ മീൻസ് അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചീള് കേസ് കേട്ടോ. ഓപ്ഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ചറ പറയാൻ ചെയ്യുക. അല്ലാതെ സൈഡിലോട്ട് മാറ്റി ഗുണിച്ച് ആ പേപ്പർ മുഴുവൻ നീലിപ്പിക്കുകയോ കറുപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നീല പേനയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ മൊത്തം എഴുതി അങ്ങ് വെക്കും. അതാ നീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കറുത്ത പേനയാണെങ്കിൽ കറുപ്പിക്കുക. അങ്ങനെ നീലിപ്പിക്കാനും കറുപ്പിക്കാനും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇതിനു വേണ്ടി പോകും. ഓക്കെ, സോ ആൻസർ 73. അടുത്ത ചോദ്യം, 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര? 42 സെന്റിമീറ്റർ വ്യാസവും 12 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ. ഇപ്പം ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇതാണ് സിലിണ്ടർ. ഇത് കുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന സാധനം ഇവിടെ. ഇതിൻ്റെ വ്യാസം തന്നിട്ടുണ്ട് 42. നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഡയമീറ്റർ. സോ ഡയമീറ്റർ 42 ആണ്. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം, വ്യാസത്തിൻ്റെ പകുതിയായിരിക്കും. 42/2 21. ഓക്കെ, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഉന്നതി എന്നൊക്കെ പറയും മലയാളത്തിൽ. ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പം h 10 സെന്റിമീറ്റർ. മക്കളെ, വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അടിസ്ഥാന വിസ്തീർണം ഇൻറ്റു ഉയരം. ഇവിടെ ബേസ് ഏരിയ സർക്കിളാണ്. അപ്പോൾ എന്താണ് സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? πr² ഇൻറ്റു ഹൈറ്റ് h. അപ്പം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? πr² ആയിരിക്കും. ഇനി ഈ സാധനം ഈ മണ്ണ് എടുത്തപ്പോഴത്തേക്ക് ഇത് താഴോട്ട് വീണു. അപ്പോൾ ഒരു കൂന പോലെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കൂന എന്ന് പറയുമ്പോൾ കോൺ, കോൺ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. നിങ്ങൾ വേറെ ഗൂഗിളിൽ നോക്കിക്കോണം കോണിൻ്റെ പടമൊക്കെ. ഇതിങ്ങനെ ആയിരിക്കും, സമോസ പോലെ അല്ല ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോണിൻ്റെയും വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അവിടെയും ബേസ് എന്തുവാ? സർക്കിളാണ്. പിന്നെ കോൺ ആയതുകൊണ്ട് 1/3 πr²h. 1/3 πr²h. മണ്ണ് താഴോട്ട് വീണെന്ന് പറയുമ്പോൾ സിലിണ്ടറിലുള്ള മണ്ണ് നല്ലല്ലേ വീണത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആണ്. V1 ഈസ് ഈക്വൽ ടു V2 എന്നൊക്കെ നമുക്ക് പറയാം. സ്കൂളിൽ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഈക്വലാണ്. പക്ഷേ റേഡിയസും ഹൈറ്റും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം സിലിണ്ടറിൻ്റെ അതേ ഹൈറ്റ് കൂന തന്നെ താഴോട്ട് വീഴണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതേ ഹൈറ്റ് തന്നെ വരണമെന്ന് അവിടെ നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയൊന്നും നമുക്ക് അവിടെ പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആറും എച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ സംഭവം ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിലർ വലിയ ആറും ചെറിയ ആറും ഒക്കെ എടുക്കും.
ഞാനിപ്പോൾ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലിയ 6 സിലിണ്ടറിനും ചെറിയ 6 ഇതിനും എടുക്കും. വ്യത്യാസമാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും എടുക്കണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് മതി. അപ്പോൾ πr²h എന്ന് പറയുന്നത് തന്നെ 1/3 πr²h. ഇവിടെ പൈ അതുപോലെ തന്നെ ഞാനിങ്ങ് എഴുതുകയാണ്. r² എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എത്രയാണ് 6 നമുക്ക് 21 അല്ലേ കിട്ടിയേ? 21 × 21 h എത്ര മക്കളെ? 10 ഈസ് ഈക്വൽ ടു 1/3 പൈ. r എത്ര നമുക്ക് അറിയത്തില്ല, കാരണം കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണ്. അടിസ്ഥാന വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അടിസ്ഥാന വിസ്തീർണം എന്തുവാ? കോണിന്റെ അടിസ്ഥാന വിസ്തീർണം. കോണെന്ന് പറയുമ്പോൾ എന്താണ്? വൃത്തസ്തൂപിക. അതിന്റെ അടിസ്ഥാന വിസ്തീർണം എന്താ? അടിസ്ഥാന വിസ്തീർണം സർക്കിളാണ് അല്ലേ? അപ്പോൾ πr² ആ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് πr² ആണ്. സർക്കിളിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? πr² ആണ്. സോ ഇവിടെ നമുക്ക് r എത്രയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ πr² എന്ന് തന്നെ എഴുതുന്നു. പക്ഷേ h നമുക്കറിയാം, എത്രയാണ്? 21. ഓക്കെ, അപ്പം ഇങ്ങോട്ട് നോക്കിക്കോണേ മക്കളെ. ഈ πr² അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെ, കോണിന്റെ πr². 1/3 πr²h ന്ന് πr² നമുക്ക് മതി. ബാക്കിയുള്ളതിന് തട്ടി ദൂരക്കളാ. അതായത് ഈ 21 അങ്ങ് വെട്ടിപ്പോവും. കാരണം ഇവിടെ ഗുണിച്ചിരിക്കുന്നു, അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കുന്നു, അപ്പോൾ അത് വെട്ടിപ്പോവും. പിന്നെ അപ്പം ഞാനിതിനെ മാറ്റി എഴുതുവാണേ. ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, ഇവിടെ ഈ 3നെ എനിക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പം ഹരിച്ചിരിക്കുകയാണ്, അപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കും. അപ്പോൾ π × 21 × 10 × 3 ഈസ് ഈക്വൽ ടു, പിന്നെ ഇപ്പുറത്ത് എന്ത് മാത്രമേ ഉള്ളൂ? πr² മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? πr² ഈസ് ഈക്വൽ ടു 20 പൈക്ക് പകരം ഇവിടെ ഇനിയിപ്പോൾ ഈ പൈ ഞാൻ ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ ഈ വട്ടം വിട്ടേക്കുന്ന പൈ എന്ന് പറയുമ്പോൾ 22/7 എന്ന് എഴുതാം. ഇൻറ്റു 21 × 10 × 3 ആണേ. 7 21 വെട്ടി 3 അല്ലേ? അപ്പോൾ വീണ്ടും πr² ഈസ് ഈക്വൽ ടു 22 × 10 × 3 30 × 3 90. 22നെ 90 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 × 2 18, 9 × 2 18 1 19, 1980 πr². എന്ന് പറഞ്ഞാൽ എന്താ? πr² എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ ഏരിയ. സോ എത്ര കിട്ടി? 1980. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ എ. സോ അത്രയേ ഉള്ളൂ, ഓപ്ഷൻ എ, 1980. സോ അടുത്ത ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോദിച്ചില്ലേ? അതെ അല്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇതുപോലെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ അതിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. 1 - 1/2. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 2/2 എന്ന് എഴുതാം, -1/2. ഓക്കെ, 1 - 1/3. 1 എന്ന് പറഞ്ഞാൽ 3/3 എന്ന് എഴുതാം, -1/3. 1/4. 1 എന്ന് പറഞ്ഞാൽ 4/4 എന്ന് എഴുതാം, -1/4. ഗുണിച്ച് പോവാ, കുത്ത് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ 1 - 1/5, 1 - 1/6, 1 - 1 ഇങ്ങനെ പോവാ. പോയി 1 - 1/20 വരെ പോകും. ഇത് 1 - 1/2000 വരെ പോയാലും നമുക്ക് ഈസിയാ. അപ്പോൾ 1 - 1/20 എന്ന് പറയുമ്പോൾ എത്ര? 1 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 20/20 - 1/20. ഓക്കെ, ഇനി എത്ര? ഇവിടെ നോക്കിക്കോ, എന്ത് കിട്ടും? 1/2. ഇവിടെ എന്ത് കിട്ടും? 2/3. ഇവിടെ എന്ത് കിട്ടും? 3/4. ഇവിടെ എന്ത് കിട്ടും? 19/20. ഇനി അങ്ങോട്ട് മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്നത് പോലെ ഇതിങ്ങനെ വെട്ടി അങ്ങ് പോകും. ഇവിടെ കുറെ കുത്തുണ്ട് കേട്ടോ, കുറെ വെട്ടി അങ്ങ് പോകും. 2 - 2, 3 - 3, 4 - 4, 5 - 5, 6 - 6, 7 - 7, അവസാനം 19 - 19. പിന്നെ പോയിട്ട് ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു 1, ഇവിടെ ഒരു 20 മാത്രമേ ബാക്കിയുള്ളൂ. സോ ദി ആൻസർ ഇസ് 1/20 ആൻഡ് വിച്ച് ഈസ് ഇൻ ഓപ്ഷൻ ബി. ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. അത്ര. അടുത്ത ചോദ്യം. ഈ ചോദ്യമൊക്കെ ചെയ്തു നോക്കാനായിട്ട് പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് തന്നെ ചെയ്യാം. അതായത് നോക്കിക്കോ, 9x + 3x - 90 = 0.
അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയും 90 ഇത് ഇത്രയും എത്ര 90 പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 9ന്റെ പവർ ഇന്ന് വേറൊരു സംഖ്യ കുറയ്ക്കുമ്പോൾ 90 കിട്ടണം. ഇങ്ങോട്ട് നോക്കിക്കേ, അതായത് ഈ 9ന്റെ പവർ ഇല്ലേ 9⁻⁴ നിന്ന് ഏതോ സംഖ്യ കുറയ്ക്കുമ്പോൾ 90 കിട്ടും. അപ്പോൾ 90-നേക്കാൾ താഴെയുള്ള എന്തെങ്കിലും ഒരു സാധനം അതല്ല സോറി 9⁻x പ്ലസ് 3⁻x മൈനസ് 90 = 0. അതായത് മക്കളെ ഇത്ര എന്ന് പറയുന്നത് 90. ഇത്ര എന്ന് പറയുന്നത് 90. ഏത് ഈ 9⁻⁴ഉം 3⁻⁴ കൂട്ടിയാൽ 90 കിട്ടണം. അപ്പം 9ന്റെ പവറിന്റെ കൂടെ 3യുടെ പവറുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിക്കേ. 9 ആ എക്സിന് പകരം 2 ഇട്ട് നോക്കിക്കേ, അത്രേ ഉള്ളൂ. 9ന്റെ സ്ക്വയർ എത്ര? 81 എന്ന് പറഞ്ഞാൽ എന്താ? 9² പ്ലസ് 3. ഇവിടെ ഒരു 9 അല്ലേ വരണ്ടേ 90 കിട്ടാനായിട്ട്? അതെ, എന്ന് പറയുമ്പോൾ 3². അപ്പൊ ഇത് രണ്ടും ഈ സാധനം എക്സിന്റെ വാല്യൂ 2 അല്ലേ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ചിലർ എന്ത് ചെയ്യുന്നത് ഈ 9 എന്ന് കാണുന്നുണ്ട് അതിനെ 3² 3⁻²x അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് യൂസ് യുവർ കോമൺ സെൻസ്. കാരണം ഇവിടെ 90 കുറച്ചാൽ നിങ്ങൾക്ക് 0 കിട്ടണം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ 90 ആയിരിക്കണം. ആ 90 ആക്കാൻ നോക്കുക. 9ന്റെ ⁻²2 3 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വലുതായിട്ട് വരും. അപ്പോൾ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. സോ 2. സോ x = 2. x = 2. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടുപിടിക്കാം. പാസ്കൽസ് ട്രയാങ്കിൾ പഠിച്ചതാണ്. പല പ്രാവശ്യം ഞാൻ ഈ പാസ്കൽസ് ട്രയാങ്കിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ ഉള്ളത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് നിങ്ങൾ ഈ 2 വർഷം എന്ന് കേൾക്കുമ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ ഓർക്കണം. 1 2 1. നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആണെന്ന് അറിയത്തില്ല. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കും ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആകെ നിങ്ങളെന്ന് പറഞ്ഞില്ല നമുക്കാകെ അറിയാവുന്ന എന്താണ്? 2 വർഷത്തേക്ക് 10% പലിശ. അതായത് ഇങ്ങോട്ട് 10% നമ്മൾ അങ്ങനെയല്ലേ പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് അത് പോയി കാണുക. അവിടെ പാസ്കൽസ് ട്രയാങ്കിൾ വളരെ വിശദമായിട്ട് ഞാൻ ഘോരം പ്രസംഗിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് 10% എന്ന നിരക്കിൽ ഒരു തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. പാസ്കൽസ് ട്രയാങ്കിൾ എന്തോ ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതും. അതിൻ്റെ 10% എടുത്ത് ഇങ്ങോട്ട് എഴുതും. ആ കിട്ടുന്ന ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ 10% എടുത്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 25 ആണ്. എന്നിട്ട് നമ്മൾ സാധാരണ പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതും. എന്നിട്ട് നമ്മൾ പറയും ആദ്യം എല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ ഇവിടെ കിട്ടുന്ന ഈ 3 വാല്യൂവും കൂടെ എടുത്ത് കൂട്ടിയാൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ വാല്യൂ ഒഴിവാക്കിയാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആദ്യത്തെ 2 വാല്യൂ ഒഴിവാക്കിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ശരിയല്ലേ? അതെ. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന സാധനമല്ലേ മക്കളെ 25? അതെ, 1 കൊണ്ട് ഗുണിച്ചാലല്ലയോ കൂട്ടാ 25 കിട്ടണ്ടേ? അപ്പോൾ ഇവിടെ കിടക്കുന്ന സാധനം എന്തായിരിക്കും? 25 ആയിരിക്കും. ഏതോ ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിച്ചല്ലേ ഇവിടെ എഴുതേണ്ടത്? അതെ, അതായത് 10% കണ്ടുപിടിച്ചപ്പോഴല്ലേ ഇവിടെ വന്നത്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 250ന്റെ 10% ഇവിടെ വരണം. ഇത് 10% കണ്ടുപിടിച്ചപ്പോഴാണ് 250 കിട്ടിയത്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 2500. സോ തുക എത്ര? 2500. ഇത്രേ ഉള്ളൂ കാര്യം. ശരിയാണോ? എക്സാക്ട്ലി. അല്ലാതെ ഇവിടെ പോവാൻ വെരി സിമ്പിൾ. അടുത്ത ചോദ്യം. 60 - 10 എന്നാൽ 600. 12/4 എന്നാൽ 16. 6 × 3 എന്നാൽ 3. 10 + 2 എന്നാൽ 5. ആരാടാ ഇവനെ കണക്ക് പഠിപ്പിച്ചു എന്ന് ചോദിക്കരുത്. സംഖ്യ ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ 60 - 10 600 കിട്ടണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഇൻറ്റു ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ആണ്. അടുത്തത് 12/4 എന്ന് പറഞ്ഞാൽ 16 കിട്ടണമെങ്കിൽ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിവിഷൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്തോണം? പ്ലസ് ചെയ്തോണം. എങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി അടുത്ത എന്താണ്?
6 × 3 6 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 6 × 3 എന്നാൽ 3. 6ൽ നിന്ന് 3 കുറച്ചാലല്ലേ 3 കിട്ടുക? അതെ. അപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? മൈനസ് ആണ്. ഇനി 10 + 2 എന്ന് പറഞ്ഞാൽ എത്ര? 10 + 2 എന്നാൽ 5 ആണ്. അപ്പം പ്ലസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഹരിക്കണം. കാരണം 10നെ 2 കൊണ്ട് ഹരിച്ചാലല്ലേ 5 കിട്ടുക. അതെ. ഓക്കെ. അപ്പം നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 100 - 10 × 1000 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 100 × 10. ഇത് കണ്ടുകൊണ്ട് അങ്ങ് ചെയ്തു വെക്കരുത്, സൈൻ മാറ്റണം. സോ 100 മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഇൻറ്റു എടുക്കും. ഇൻറ്റു 10. പിന്നെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? മൈനസ് 1000. ദെൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഡിവിഷൻ അല്ലേ അവിടെ കിടക്കുന്നത്? അതെ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? പ്ലസ് എടുക്കും. 1000. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഡിവിഷൻ എടുക്കും. 100 ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? മൈനസ് എടുക്കും. അല്ലേ? എത്രയാണ്? 10. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ബോട്ട് മാസ് കീപ്പ് ചെയ്ത് ചെയ്യാം. അല്ലാതെ നിങ്ങളെ ഇപ്പോൾ ബോട്ട് മാസ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം 1000 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? 10 മൈനസ് 10. ഇവിടെ നോക്കിക്കോ, 100 × 10 എത്ര കിട്ടും? 1000 മൈനസ് 1000 പ്ലസ് അല്ലേ. ഇവിടെ 1000 1000 പോയാൽ 0, 10 ൽ 10 പോയാൽ 0, 0 0 കൂടെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, 0 തന്നെ കിട്ടും. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 0. ശരിയാണോ? യെസ്, 0. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ പലതും, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പല രീതിയിൽ അല്ലെ പല സമയത്ത് പല ചാപ്റ്ററുകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ നമ്മളുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവർക്ക് അതിൻ്റെ പ്രയോജനം 100% കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 10ഓളം വീഡിയോസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾ കാണുക, ആ ചോദ്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതേപോലെയുള്ള ചോദ്യങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് എക്സാമിന് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, ഞാൻ പറയുന്നത് കേട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ എക്സാമിൽ കിട്ടാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടായോ എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു.